പേരാവൂരിന്റെ വികസനത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായി ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ലളിതമായ ഭാഷയിൽ ജനങ്ങളോട് സംവദിക്കുന്ന രീതിയാണ് കെ ശൈലജ ടീച്ചർ പ്രസംഗങ്ങളിൽ സ്വീകരിക്കാറുള്ളത്. അതുതന്നെയാണ് പേരാവൂരിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലും നാം കണ്ടത്. പേരാവൂരിൽ ആര് ജയിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് കെ ശൈലജ ടീച്ചറുടെ വാക്കുകൾ. പേരാവൂരിൽ MLA ആയിരുന്ന ഘട്ടത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, കഴിഞ്ഞ 10 വർഷം പേരാവൂരിൽ എന്തൊക്കെ നടന്നില്ല എന്ന് എണ്ണി പറയുകയാണ് കെ ശൈലജ ടീച്ചർ. അതോടൊപ്പം കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും കേൾക്കാം ആ വാക്കുകൾ. നമ്മുടെ പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനിഷേധ്യനായ നേതാവും ഒക്കെ ആയിട്ടുള്ള സഖാവ് പിണറായി ഇവിടെ നമ്മളോടെല്ലാം പറഞ്ഞത് കേരളം എന്ന് തുടങ്ങി വെച്ച വികസനങ്ങൾ പൂർത്തിയാക്കുന്നതിന് 10, 30, 40 വർഷം അപ്പുറത്തേക്ക് കണ്ടുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം ഉണ്ടാകണം എന്നാണ്. 10 വർഷക്കാലത്തെ LDFന്റെ വികസന ക്ഷേമ രംഗത്തുള്ള മുന്നേറ്റം എല്ലാവരുടെ മുന്നിലും ഒരു തുറന്ന പുസ്തകമാണ്. അത് വളരെ വ്യക്തമായി സഖാവ് CM സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റുന്ന തീരുമാനവുമായിട്ടായിരിക്കും ഏപ്രിൽ 9-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത്. കേരളത്തിൽ 3ാമതും LDFന്റെ ഭരണം ഉണ്ടാകുമ്പോൾ പേരാവൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി ഉണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ നമ്മളെല്ലാം ഒരുപോലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല, ഇക്കുറി നമ്മൾ പേരാവൂർ മത്സരിക്കുന്നത് വിജയത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും. കേരളത്തിന്റെ 10 വർഷക്കാലത്തെ LDFന്റെ മുന്നേറ്റത്തിനൊപ്പം ഓടിയെത്താൻ പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ ചില മേഖലകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. ഗവൺമെന്റ് പൊതുവായി പ്രഖ്യാപിച്ച മലയോര ഹൈവേയും റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വലിയ റോഡുകളും പൊതുവായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ച പദ്ധതികളും എല്ലാം പേരാവൂരും കിട്ടിയിട്ടുണ്ട്. എന്നാൽ പേരാവൂരിന്റെ തനതായ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ സമർപ്പിച്ച് ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്ന പരിഭവം പേരാവൂരിന്റെ പല മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടിയുള്ള വികസന രേഖ, പ്രകടന പത്രിക തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. LDFന്റെ പൊതുവായ പ്രകടന പത്രികയും കേരളം അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ക്ഷേമ പദ്ധതികളിലും വികസന പദ്ധതികളിലും കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന, ഭാവി കേരളത്തെ സുസ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന പ്രകടന പത്രികയാണ് കേരളത്തിൽ LDF അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം പേരാവൂരിൽ നമ്മൾ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്ന നമ്മുടെ വികസന രേഖയും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാവരും വായിക്കണം. ഈ നാട്ടിലെ ജനങ്ങളുമായി ചർച്ച ചെയ്യണം. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ടൂറിസം മേഖലയിലും കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ പേരാവൂരിൻ്റെതായിട്ട് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ 2006 മുതൽ 2011 വരെ പേരാവൂർ മണ്ഡലത്തിന്റെ MLA ആയിരിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യാൻ സാധിച്ചു. ആറളം പാലവും ജബ്ബാർ കടവ് പാലവും വളയഞ്ചാൽ പാലവും ഓടന്തോട് പാലവും മണ്ണൂർ കടവ് പാലവും മണക്കായി കടവ് പാലവും എല്ലാം ചേർന്ന് പാലങ്ങളും റോഡുകളുമായി പൊതുമരാമത്തിൽ വമ്പിച്ച മാറ്റം ഉണ്ടാക്കാൻ അന്ന് സാധിച്ചിരുന്നു. ഇരിട്ടി പാലത്തിന്റെ പുതിയ പാലത്തിന്റെ നിർമ്മാണവും അന്ന് നമ്മൾ ആരംഭിച്ചതാണ്. അതിന്റെ അലൈൻമെന്റ് എല്ലാം തയ്യാറാക്കിയത് അന്ന് MLA ആയിരിക്കുന്ന സമയത്തായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. പഴശ്ശി ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ടത് നമ്മളാണ്. പക്ഷേ 15 വർഷക്കാലം നമ്മളത് ഉണ്ടാക്കിയതല്ലാതെ മറ്റൊന്നും അതിന്റെ മേലെ കൂട്ടിച്ചേർക്കാൻ സാധിച്ചില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകിച്ച് കാണണം. അനന്തമായ ടൂറിസം സാധ്യതകളുള്ള മണ്ഡലമാണ് പേരാവൂർ. മലയോര മേഖലകളിൽ നീണ്ടു നോക്കി അടക്കമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയെല്ലാം നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ്.
അതിനെയെല്ലാം പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കാതിരുന്നത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുൻകൈയെടുത്ത് അതിന്റെ പദ്ധതി റിപ്പോർട്ടുകൾ ഗവൺമെന്റിൽ സമർപ്പിച്ചില്ല എന്ന കാരണത്താലാണ്. ആ അവസ്ഥക്ക് മാറ്റമുണ്ടാകണം. നമുക്ക് സ്പോർട്സ് മേഖലയിൽ നമ്മുടെ മാനിഫെസ്റ്റോവിൽ പറയുന്നു, ജിമ്മി ജോർജിന്റെ നാട്ടിൽ ഒരു കായിക അക്കാദമി, ടിൻഡോ ലൂക്ക ഇവിടെയാണ് ചാവശ്ശേരി, ടിൻഡോ ലൂക്കയുടെ നാട്ടിൽ ഒരു പുതിയ കായിക അക്കാദമിയും പരിശീലന കേന്ദ്രവും ഒക്കെ ആരംഭിക്കാൻ സാധിക്കണം. ടിൻഡുവിന്റെയും അനുമോളുടെയും ഇന്ന് നമ്മുടെ കൂടെയുള്ള എല്ലാ കായിക താരങ്ങളുടെയും സഹായം നമുക്കത് വികസിപ്പിക്കുന്നതിന് നിശ്ചയമായിട്ടും ഉണ്ടാകും. അതെല്ലാം പ്രാവർത്തികമാക്കുന്നതിന് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധി കേരളത്തിൽ പേരാവൂരിനെ പ്രതിനിധീകരിച്ച് ഉണ്ടാകണം എന്ന കാര്യം നാട്ടുകാരോട് നമ്മൾ പറയണം. നല്ല മുന്നേറ്റമാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. നമ്മള് വ്യത്യസ്ത വിഭാഗങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അവസാനത്തെ ദിവസങ്ങളിലാണ് UDFന്റെ നുണപ്രചരണങ്ങളുടെ കെട്ടഴിയുക. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചല്ലോ, വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തികച്ചും നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നേറുക. എന്നാൽ നമുക്ക് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള വമ്പിച്ച വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അത് ജനങ്ങളോട് പറയുക തന്നെ വേണം. കള്ളപ്രചരണങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ വോട്ടർമാരെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം നമ്മൾ ജനങ്ങളോട് സത്യസന്ധമായ കാര്യങ്ങൾ ഇനിയുള്ള 4 ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കും. ഇവിടെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ നമ്മൾ അഭ്യർത്ഥിക്കണം. അങ്ങനെയാകുമ്പോ 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുന്നവർ ഇടതുപക്ഷത്തിന് അനുകൂലമായി പേരാവൂർ നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അവരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഏറ്റെടുക്കുകയും ചെയ്യാം. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് നേതാക്കൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഈ വേദിയിലുണ്ട്. കൂടാതെ നമുക്കൊരു വിശിഷ്ടാതിഥി ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും, സിനിമ സംഘടനയായിട്ടുള്ള അമ്മയെ കുറിച്ച് അസോസിയേഷൻ, അവിടുത്തെ സിനിമ ആക്ടർമാരും സംവിധായകരും എല്ലാം ചേർന്ന അസോസിയേഷന്റെ പ്രതിനിധിയായിട്ട്, അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആദ്യമായിട്ടൊരു സ്ത്രീ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കുക്കു പരമേശ്വരനാണ്. കുക്കുവിനെ നിങ്ങൾ അറിയും, ഒരുപാട് സംസ്ഥാന അവാർഡുകളും ഒക്കെ നേടിയിട്ടുള്ള സംവിധായികയും അഭിനേതാവും ഒക്കെയാണ് കുക്കു പരമേശ്വരൻ. നമ്മുടെ അഭിമാനമാണ് മലയാളത്തിന്റെ. കുക്കു പരമേശ്വരൻ സ്വമേധയാ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരി. നമ്മൾ ക്ഷണിച്ചിരുന്നു, എന്നാൽ പെട്ടെന്ന് ഒരു തീയതി നിശ്ചയിച്ചുകൊണ്ട് വരാൻ തിരക്ക് കാരണം സാധിക്കാത്തത് കൊണ്ട് ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചേർന്നു. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ മണ്ഡലത്തിലേക്ക് കുക്കു പരമേശ്വരൻ കടന്നു വന്നിരിക്കുകയാണ്. അവരൊരു 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. ഞാൻ അവരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ, പുരോഗമന കലാ സാഹിത്യ രംഗത്തുള്ളവർ ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലേറ്റാൻ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും എത്തിച്ചേരുന്നുണ്ട്. തികച്ചും രാഷ്ട്രീയ രംഗത്തുള്ളവർ മാത്രമല്ല, മറ്റു മേഖലകളിലുള്ള പ്രതിഭകളെല്ലാം ഇടതുപക്ഷം വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കുക്കു പരമേശ്വരൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടും ബന്ധുക്കളോടും പറയുന്നു, ഇനിയുള്ള 3-4 ദിവസങ്ങൾ വിശ്രമമില്ലാതെ നമുക്ക് ഇടതുപക്ഷത്തെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാം. നമ്മുടെ പ്രകടന പത്രികയെ കുറിച്ച് പറയാം. LDF എന്ന ശക്തമായ മുന്നണിയെ കുറിച്ച് പറയാം. എല്ലാവരുടെയും മനസ്സ്, എല്ലാവരുടെയും വോട്ട് നമുക്ക് വേണ്ടി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കാം. വിജയം സുനിശ്ചിതമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട്, എന്നാൽ നന്നായിട്ട് ജനങ്ങളെ സമീപിച്ചാൽ മാത്രമേ, വോട്ട് രേഖപ്പെടുത്താൻ അവരോട് അപേക്ഷിച്ചാൽ മാത്രമേ ആ സുനിശ്ചിത വിജയം ഏറ്റവും ഉജ്ജ്വലമാക്കി മാറ്റാൻ പറ്റൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് കാണേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും അതാണ്. പേരാവൂര് നിയമസഭയിൽ പേരാവൂരിന്റെ പ്രതിനിധി ഇടതുപക്ഷമായിരിക്കണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിരിക്കണം എന്ന് നമ്മളോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് തന്നെ, അനുസരിച്ചുകൊണ്ട് തന്നെ നാട്ടിലെ ജനങ്ങളെ വരും ദിവസങ്ങളിൽ സമീപിക്കാം എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഇവിടെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പൊതുയോഗമാണ് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയെ കാത്ത്, മുഖ്യമന്ത്രിയെ കേൾക്കാൻ ഇവിടെ നമ്മുടെ മണ്ഡലത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്ന ആളുകൾ ചേർന്ന് വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പൊതുയോഗമാണ് നടന്നിട്ടുള്ളത്. നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു ചെന്ന്
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറയുന്നത് പോലെ ജനങ്ങളെ സമീപിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. വിജയിച്ചു വന്നാൽ ജനങ്ങളുടെ കൂടെ എല്ലാവരുടെയും കയ്യെത്തുന്ന ദൂരത്തുണ്ടാകുന്ന ജനപ്രതിനിധിയായി പേരാവൂരിന്റെ വികസനത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായി ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.